ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമി സീസൺ 1 അവസാനത്തെ എപ്പിസോഡാണ്. ഈ 25ാമത്തെ എപ്പിസോഡ് കൂടെ ഈ സീസൺ തീരുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോവാം. ഹിന കരഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേനും അയാമ അവളുടെ അടുത്തേക്ക് ഓടി വരുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഹിന ഇത്രയും കഷ്ടപ്പാടിൽ കരയുന്ന ഞാൻ കാണുന്നത്. ഇതിനെല്ലാ കാരണക്കാരും ഞാനാണ്. അയാമ ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് ആലോചിക്കുവാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് അവളെ ഒന്ന് സമാധാനപ്പെടുത്തേണ്ടത്? അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആരെങ്കിലും എന്നോട് ഇത് വിട്, സാരമില്ല, വേറെ ആളെ നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ പറഞ്ഞേനെ. ഇത്രയും തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനോട് ഞാൻ എന്താണ് പറയേണ്ടത്? അയാമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അയാമ അവളുടെ കയ്യിലുള്ള ടിഷ്യൂസ് ഒക്കെ എടുത്ത് നിരത്തി വെക്കുവാണ്. നീ എന്തിനാ ടിഷ്യൂസ് ഒക്കെ ഇങ്ങനെ നിരത്തി വെക്കുന്നേന്ന് ഹിന ചോദിക്കുവാണ്. ബാർബിക്യൂ പരിപാടി അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് അവിടുന്ന് ഈ ടിഷ്യൂസ് ഒക്കെ എടുത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാനിപ്പോ നിങ്ങളുടെ മാനേജർ അല്ലേ, ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യാം. ഹിന അത് കേട്ടപാടെ കരഞ്ഞിട്ട് താങ്ക് യു അയാമയെന്ന് പറയുവാണ്. അയാമയ്ക്ക് സങ്കടാവുകയാണ്. നീ ഉള്ളിലൊന്നും ഒതുക്കണ്ട, നീ എല്ലാം കരഞ്ഞു തീർക്കെന്ന് അയാമ അവളുടെ അടുത്ത് പറയുവാണ്. ഇവള് ഇത്രയധികം ഇനോറ്റനെ സ്നേഹിക്കുന്നത് അവന് വല്ല ഐഡിയ ഉണ്ടോ? എന്നോടൊപ്പം ഡേറ്റിങ്ങിൽ വരുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ ഹിനയുടെ അത്ര എന്നെ സ്നേഹിച്ച് വന്നിട്ടുണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇതെന്തായാലും അവൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിരിക്കും. പക്ഷേ അവൾ ഒരാളെ ഇത്രയും അധികം സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് അവളോട് അസൂയ തോന്നുന്നു എന്ന് അയാമെ മനസ്സിൽ വിചാരിച്ച് ഹിനയുടെ ഒപ്പം തന്നെ ഇരിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ കോച്ച് എല്ലാവരുടെ അടുത്തും പറയാണ്, ഈവനിങ് 5 മണിയാകുമ്പോൾ നമ്മുടെ ബസ് വരും, അതിന്റെ ഉള്ളിൽ എല്ലാവരും ലഗേജ് ഒക്കെ റെഡിയാക്കി പോവാൻ തയ്യാറെടുക്കണം. ക്യോയും ടൈക്കി നടന്നു പോവുകയാണ്. ടൈക്കി പതുക്കെ ഹിനേനെ നോക്കുവാണ്. ഞാനൊന്ന് ജിമ്മ് വരെ പോയിട്ട് വരാന്ന് ടൈക്കി ക്യോന്റെ അടുത്ത് പറയുവാണ്. അങ്ങനെ ടൈക്കി പോവാൻ നിൽക്കുമ്പോഴത്തേനും ചിനാറ്റ്സുനെ നോക്കുവാണ്. ടൈക്കി ജിമ്മിൽ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോഴും കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഓർക്കുവാണ്. ഞാൻ ചെയ്തത് ശരിക്കും ശരിയാണോ? കാര്യങ്ങളൊക്കെ ഇന്നും ഞാൻ വ്യക്തമാക്കിയില്ലെങ്കിൽ അവളെ ഇന്നും കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് പോലെയാണ്. അവള് ടൈക്കിയുടെ വായ പൊത്തിയിട്ട് കരഞ്ഞോണ്ട് എനിക്കെല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞത് ഓർക്കുവാണ്. ടൈക്കി ഒരുപാട് സങ്കടത്തോടു കൂടെ തന്നെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ സമയം അവിടേക്ക് ഹാരി വരുവാണ്. നീ അവസാന ദിവസവും നന്നായിട്ട് തന്നെയാണല്ലോ പെർഫോം ചെയ്തോണ്ടിരിക്കുന്നേ. ഞാനിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തില്ല എങ്കിൽ ഞാൻ ഒരിക്കലും ജയിക്കുമായിരുന്നില്ല എന്ന് ടൈക്കി പറയുവാണ്. എനിക്ക് നിന്റെ സ്പിരിറ്റ് ഇഷ്ടായി, നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് ഹാരി ചോദിക്കുവാണ്. അങ്ങനെ ഹാരിയും ടൈക്കിയും കൂടെ അവിടെ ഒരു മാച്ച് കളിക്കുവാണ്. ക്യോ നീഷിതേനെ തിരക്കി പോകുമ്പോ അവിടെ അയാമേനെ കാണുവാണ്. അവളുടെ കുറ്റബോധം അവളെ വിട്ടു പോകുന്നുണ്ടാവില്ല. അപ്പൊ ക്യോ അത് കണ്ടിട്ട് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ്. നീ നിന്റെ കാര്യം നോക്ക്, എല്ലാവരുടെ കാര്യത്തിലും നീ ഇങ്ങനെ മൂക്ക് നുണയ്ക്കാതെ എന്ന് അയാമി ദേഷ്യത്തിൽ പറഞ്ഞെങ്കിലും ക്യോ അവളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടു പോവാൻ തോന്നാണ്ട് അവനവിടെ പോയി ഇരിക്കുവാണ്. ഞാനൊരു ഗസ് ചെയ്യട്ടെ, ടൈക്കിന്റെയും ഹിനേന്റെയും കാര്യമാണോ? നിനക്കത് നേരത്തെ അറിയായിരുന്നോ? എനിക്ക് അങ്ങനെ തോന്നി. ഇന്നലെ തൊട്ട് ടൈക്കിയും ഹിനയും അത്ര നന്നായിട്ടല്ല ഇരിക്കുന്നേ. സോ ടൈക്കി അവൾക്ക് ആൻസർ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പുറത്തെ ടൈക്കിയും ഹാരിയും കൂടെ നന്നായി തന്നെ കളിച്ചോണ്ടിരിക്കുവാണ്. ഹാരിയുടെ സ്കോർ ആയിരിക്കും മുമ്പിൽ നിൽക്കുന്നുണ്ടാവുക. ആ സമയം ഹിനയുടെ ടീമിലെ വണ്ടി തിരിച്ചിട്ടുണ്ടാവും. എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇനോറ്റയ്ക്ക് വേറൊരാളെ ഇഷ്ടാണെന്ന് ഞാൻ അറിയുന്നേ. എന്നിരുന്നാലും അവനോട് ഇത്രയും കരുതലുള്ള ഒരാള് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അവന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ഇതിന് നിൽക്കില്ലായിരുന്നു. പക്ഷെ അവര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, പിന്നെ എന്തിനാണ് അവൻ നോന്ന് പറഞ്ഞത് എന്ന് അയാമ്മ പറയാണ്. ഞാൻ നീ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഞാനിത് പറയുന്നത് കേട്ടാൽ ഹിനയ്ക്ക് ദേഷ്യം വന്നേക്കാം. പക്ഷെ അവർ സുഹൃത്തുക്കളായി ഇരുന്നപ്പോൾ തന്നെ എല്ലാവർക്കും അവർ കൂടുതൽ അടുപ്പത്തിലായതുപോലെ തോന്നി. ഒരാള് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നതും റൊമാൻസിലേക്ക് മാറി ചിന്തിക്കുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ക്യോ പറയുവാണ്. അതെങ്ങനെ പറയാൻ കഴിയുന്ന അയാമ ചോദിക്കുവാണ്. അതെല്ലാം നമ്മളെ കൊണ്ട് പറയാൻ സാധിക്കും. നമ്മളെല്ലാം പുറമേന്നുള്ള കാഴ്ചക്കാർ മാത്രമാണ്. അതുകൊണ്ടാണ് ടൈക്കി തീരുമാനിച്ചത്. ടൈക്കിന്റെ ഹാരിയുടെ മാച്ച് നല്ല ഹാർഡായിട്ട് പോവാണ്. ടൈക്കിക്ക് സ്കോർ എടുക്കാനേ പറ്റുണ്ടാവില്ല. ടൈക്കി മനസ്സില് അവൻ എനിക്കെതിരെ കളിക്കുന്നത് നിർത്തിയ സമയത്ത് അവൻ നല്ല സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് അവനെ പിടിച്ചടക്കിയേ പറ്റുള്ളൂ. എനിക്ക് തോൽക്കണ്ട. ഹാരിയും നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട്, ഞാനും അതേപോലെ ബെറ്റർ ആവണം. അങ്ങനെ ഗെയിം അവിടെ തീരുവാണ്. ഹാരി ജയിക്കും. ടൈക്കി പതിവ് പോലെ ഇനി ഒരു മാച്ച് എന്ന് പറയുവാണ്. എനിക്കറിയായിരുന്നു നീ ഇത് തന്നെ ചോദിക്കുന്ന. ഞാൻ നിർത്തി, മതി മതി. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 4 ദിവസത്തെ ട്രെയിനിങ്ങിൽ ഞാനും അടുത്തു എന്ന് ഹാരി പറഞ്ഞ് അവിടെ പോയി ഇരിക്കുവാണ്. സത്യം എന്താണെന്ന് അറിയോ? എനിക്ക് നിന്റെ കൂടെ കളിക്കുന്നത് പേടിയായിരുന്നു. അത് കേട്ട് ടൈക്കൊന്ന് ഷോക്കാവുകയാണ്. എന്ത് കഷ്ടമുള്ള കാര്യമാണല്ലേ. എനിക്ക് ഒരിക്കലും യോഡോനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അവൻ റിട്ടയർഡും ആയി. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വെറും ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന യൂസയായിട്ട് ഒരു പ്രാക്ടീസ് മാച്ചിൽ തോറ്റുപോയി. ഇനി നിന്റെ കൂടെ കളിച്ച് ഞാൻ തോറ്റുപോയാൽ എന്റെ കോൺഫിഡൻസ് എല്ലാം പോവും. എന്തായാലും അവസാനം ഞാൻ
തന്നെ ജയിച്ചല്ലോ. ടൈക്കിക്കാകെ കിളി പോയിട്ട് അവിടെ ഇരിക്കുവാണ്. ഇന്നും ഞാൻ നിന്റെ അടുത്തുനിന്ന് ഓടിക്കൊണ്ടിരുന്നാൽ അത് ഇന്നും ദയനീയമായി പോവും. കളിക്കാൻ ഭയന്ന് എന്റെ ദുർബലമായ അഭിമാന ബോധത്തെ ഞാൻ ചവിട്ടി മെതിച്ചു. പല്ല് കടിച്ച് തുപ്പല് വിഴുങ്ങി മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ സ്ട്രെങ്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും വളരെ സ്ട്രോങ് ആണ് എന്ന് ടൈക്കി പറയുവാണ്. നീ എന്താണ് പറയുന്നത്? നീയും സ്ട്രോങ് ആണ് ടൈക്കി എന്ന് ഹാരി പറയുവാണ്. അങ്ങനെ എല്ലാവരും സ്കൂളിലെത്തി. സ്കൂളിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ടൈക്കി ഹിനേനെ നോക്കുന്നുണ്ട്, പക്ഷെ ഹിന ടൈക്കിനെ നോക്കുന്നില്ല. അങ്ങനെ ചിനാറ്റ്സ് വീട്ടിലെത്തുമ്പോഴത്തേനും ടൈക്കി അവിടെ എത്തുവാണ്. ടൈക്കി ചിനാറ്റ്സുവിനെ വിളിക്കുവാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ടൈക്കി ചിനാറ്റ്സുവിന്റെ അടുത്ത് അടുത്ത ഡേ ഓഫ് വരുമ്പോ നമുക്ക് എവിടെയെങ്കിലും ഒരുമിച്ച് വെളിയിൽ പോയാലോ എന്ന് ചോദിക്കുവാണ്. ചിനാറ്റ്സ് ആലോചിച്ചിട്ട് എവിടേക്കാന്ന് ചോദിക്കുവാണ്. ടൈക്കിക്ക് അപ്പൊ പറയാൻ ആൻസർ ഉണ്ടാവില്ല. ഇപ്പൊ എവിടേക്കാ പോവാ എന്ന് ആലോചിക്കുവാണ് ടൈക്കി. കിട്ടി, എനിക്ക് ട്രാക്ക് സ്യൂട്ട് വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിങ്ങിന് പോണം. ക്യാമ്പിൽ പോയിട്ട് എന്റെ ട്രാക്ക് സ്യൂട്ട് കേടുവന്നു, എനിക്ക് പുതിയ ഒരെണ്ണം വാങ്ങിക്കണം. അങ്ങനെ ചോദിച്ചതിൽ ടൈക്കിക്ക് ഒരുമാതിരി ഓക്വേർഡ് ആയിട്ടുള്ള ഫീലിംഗ് വരുവാണ്. ചിനാറ്റ്സ് അതിന് സമ്മതിക്കുവാണ്. ഇതിന് പകരമായിട്ട് എനിക്കൊന്ന് വേണം. ഷോപ്പിംഗ് കഴിഞ്ഞ് പുതിയതായിട്ട് ഒരു കഫേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ശരിയെന്ന് ടൈക്കി പറയുവാണ്. എന്നാ നമുക്ക് അടുത്ത ശനിയാഴ്ച പോയാലോ? നമുക്ക് രാവിലെ അല്ലേ പ്രാക്ടീസ് എന്ന് ചിനാറ്റ്സ് പറയുവാണ്. എന്നാ ശരി, നമുക്ക് ശനിയാഴ്ച ഒരുമിച്ച് പോവാം. അത് കഴിഞ്ഞ് ടൈക്കി കട്ടിലിൽ വന്ന് കിടന്നിട്ട് ഇതൊരു ഡേറ്റ് ആണോ? ട്രാക്ക് സ്യൂട്ട് വാങ്ങിക്കാനാണ് പോകുന്നത്. എന്നാലും ഞങ്ങൾ ഒരുമിച്ച് ബീച്ചിലും അക്വേറിയത്തിലും പോയിട്ടുണ്ട്. ചിനാറ്റ്സുനെ കാണാൻ എന്തായാലും പ്രിട്ടി ആയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കരുതി ടൈക്കിക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. എന്തായാലും എന്റെ ഉള്ളിലെ ഫീലിങ്സ് അവളോട് പറയാൻ എനിക്കിതൊരു ചാൻസ് ആണ്. പെട്ടെന്ന് ടൈക്കി ക്യാമ്പിൽ ഹിനേന്റെ ഒപ്പം നടന്ന കാര്യങ്ങൾ ഓർക്കുവാണ്. ഹിന മൂഡ് ഔട്ടായിട്ട് വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അയാമെ പുറകെ കൂടെ വന്നിട്ട് ഹിന നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയാലോ എന്ന് ചോദിക്കുവാണ്. എന്ത് ഇപ്പോഴോ? 4 ദിവസമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, നമുക്ക് കുറച്ച് അടിച്ചു പൊളിക്കണ്ടേ? ബാഗൊക്കെ നമുക്ക് ലോക്കറിൽ വെക്കാന്ന് പറഞ്ഞിട്ട് അവര് ചില്ല് ചെയ്യാൻ ഇറങ്ങുവാണ്. അയാമയ്ക്ക് എങ്ങനെയെങ്കിലും ഹിനേനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇത്രയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെയുള്ള ഗെയിംസ് ഒക്കെ അവർ രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ കുറച്ചൊക്കെ ഹിന എല്ലാം മറന്ന് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുവാണ്. അവള് ചീറപ്പാവുന്നത് കണ്ടിട്ട് അയാമയ്ക്ക് സമാധാനാവുകയാണ്. ആ സമയം അവിടേക്ക് അയാമേന്റെ കൂടെ കോഫി ഷോപ്പിൽ ഡേറ്റിങ്ങിന് വന്നിട്ട് റിജക്ട് ചെയ്ത ആളെ കാണുവാണ്. അവന്റെ ഒപ്പം അവന്റെ ഫ്രണ്ടും ഉണ്ടാവും. അവന്റെ അടുത്ത് അയാമേനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ പറയാണ്. അവള് വളരെ സെൽഫിഷ് ആണ്. ഞാൻ കഫേയിൽ പോയപ്പോ അവിടെ നിൽക്കുന്ന സെർവന്റിന്റെ അടുത്ത് സംസാരിച്ചത് അവൾക്ക് ഇഷ്ടായില്ല പോലും. ആ സമയം അയാമയ്ക്ക് അവൻ ആദ്യമായിട്ട് കണ്ടത് ഓർക്കുവാണ്. അവൻ നല്ലവനാണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ ഞാൻ കരുതിയത് തെറ്റായിരുന്നു എന്ന് അയാമെ മനസ്സിൽ കരുതിയിട്ട് വാഹിന നമുക്ക് ഇവിടുന്ന് പോവാം. നീ ആരുടെയും കൂടെ ഒരുപാട് കാലം ഒന്നും റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ടില്ല അല്ലേ? നിന്റെ ചേച്ചിക്ക് നല്ലൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, നീ അവളെ കണ്ട് പഠിക്ക് എന്നൊക്കെ ആ ചെറുക്കൻ പറയുമ്പോഴത്തേനും അയാമയ്ക്ക് ദേഷ്യം വരുവാണ്. അയാമെ തിരിച്ചു പറയാൻ പോകുമ്പോഴത്തേനും ഹിന അതിന്റെ ഇടയിൽ കയറിയിട്ട് നിനക്ക് നീ നല്ലവനായി തോന്നണമെങ്കിൽ അവളെ ഇപ്പോൾ നിനക്ക് കുറ്റപ്പെടുത്തണം അല്ലേ? നീ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നീ ശരിക്കും ഒരു കണ്ണുപൊട്ടനാണ്. നീ പറഞ്ഞത് ശരിയാണ്, നിന്നെ റിജക്ട് ചെയ്ത ആൾ പൊട്ടനാണ്. അവർ തെറ്റ് ചെയ്തെന്ന് നീ സ്വയം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേദനിക്കേണ്ടി വരില്ല. അവൾ തിരിച്ചു നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയപ്പോഴെല്ലാം എന്ന് പറഞ്ഞ് ഹിന ആലോചിച്ച് കരയാൻ തുടങ്ങുവാണ്. ആ സമയം അയാമയ്ക്ക് പിന്നെയും ദേഷ്യം വന്ന് അവളെ പിടിച്ചു വലിച്ച് ഇനി എങ്ങാനും നിന്നെ എവിടെയെങ്കിലും വെച്ച് ഞാൻ കണ്ടാൽ നിന്റെ കള്ളക്കഥകളൊക്കെ ഞാൻ വെളിയിൽ കൊണ്ടുവരും. അവിടെ നിന്ന് വിളിച്ചോണ്ട് ഓടിപ്പോകുന്ന ഹിന കരഞ്ഞോണ്ട് എന്നോട് ക്ഷമിക്ക് എന്ന് പറയാണ്. അയാമേ ഇത് നിന്റെ തെറ്റല്ല, നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന അയാമെ പറയാണ്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ഹിന ജിമ്മിൽ നടന്നു വരുമ്പോഴത്തേനും ടൈക്കിനെ കാണുവാണ്. അവള് കണ്ടപാടെ തിരിച്ചു നടക്കുവാണ്. ടൈക്കി അത് കാണുന്നുണ്ട്. ടൈക്കി വളരെയധികം സങ്കടത്തോടു കൂടെയാണ് നോക്കുന്നത്. ആ സമയം അയാമെ വേണമെന്ന് വെച്ചിട്ട് അവന്റെ മേത്ത് പോയി ഇടിക്കുവാണ്. നീ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ലോ അല്ലേ എന്ന് ടൈക്കി ചോദിക്കുവാണ്. എന്നിട്ട് ആ സാധനങ്ങളൊക്കെ ടൈക്കിന്റെ കൈ കൊടുത്തിട്ട് നീ ഇതൊക്കെ കൊണ്ടുപോയി സ്റ്റോറേജ് റൂമിൽ വെക്കണം. ശരിയെന്ന് പറഞ്ഞ് ടൈക്കി പോകുമ്പോ ടൈക്കി അയാമേന്റെ അടുത്ത് ക്യാമ്പിന് പോയിട്ട് നിനക്ക് എന്തെങ്കിലും ഭ്രാന്ത് പിടിച്ചോ? അത് കേട്ടപാടെ അയാമെ ദേഷ്യത്തോടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അപ്പൊ ശരിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ടൈക്കിക്ക് മനസ്സിലാവുകയാണ്. സ്റ്റോറേജ് റൂമില് സാധനങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ട് അയാമെ ടൈക്കിന്റെ അടുത്ത് ഹിന കരയുന്നുണ്ടായിരുന്നു. എനിക്കറിയാം, നിനക്കറിയാമെന്നോ? നീ കരുതുന്നതിനെ കഴിഞ്ഞും 100 മടങ്ങ് അവള് വേദനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അയാമെ വഴക്ക് പറഞ്ഞ് ടൈക്കിനെ നോക്കുമ്പോ ടൈക്കി വളരെ വിഷമത്തിൽ നിൽക്കുവാണ്. എന്തായാലും ഹിനയോട് എനിക്ക് ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല. എന്റെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ അവളോട് പറഞ്ഞു. എനിക്കിപ്പോൾ ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഹിന കാര്യങ്ങൾ എങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കാത്തിരുന്ന് കാണുക എന്നതാണ്. നമുക്ക് വീണ്ടും സുഹൃത്തുക്കളായി തന്നെ ഇരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് എന്റെ ധിക്കാരമായിരിക്കും. അപ്പോഴാണ് അയാമയ്ക്ക് മനസ്സിലാവുന്നത് ടൈക്കി അവന്റേതായ രീതിയിൽ അവളോട്
അവളോട് കെയർ കാണിക്കുന്നത്. എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തത് ഹിനേനെ പോലെ ഒരാളോട് നീ എന്തിനാണ് നോ പറഞ്ഞതെന്നാണ്. നീ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ശരിക്കും അത്ര അമേസിംഗ് ആണോ? അത് കേട്ട് ടൈക്ക് എന്ത് പറയണമെന്ന് അറിയാണ്ട് അവിടെ നിൽക്കുവാണ്. പെട്ടെന്ന് അവിടെ ഒരാൾ വന്ന് പ്രാക്ടീസിന് സമയമായി എന്ന് പറയുവാണ്. അയാമെ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴത്തേനും ടൈക്ക് പെട്ടെന്ന് മനസ്സിൽ ഇതെന്ത് ചോദ്യമാണ്. ടൈക്ക് നടന്നു പോകുമ്പോഴത്തേനും ചിനാൻസുനെ കാണുവാണ്. അയാമെ നടന്നു പോകുമ്പോഴത്തേനും ക്യോനെ കാണുവാണ്. ഞാൻ വീണ്ടും അതിര് കടക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ? നിന്റെ ഫേസ് കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി, ഞാൻ വെളിയിൽ നിന്ന് നോക്കുന്ന ഒരു കാഴ്ചക്കാരി മാത്രമാണ്. പക്ഷേ ഹിന എങ്ങനെയാണെന്ന് ഞാൻ കണ്ടു. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ എന്നെ പ്രേരിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ഞാൻ പറയും. ഞാൻ അങ്ങനെയാണ്. നിനക്ക് മനസ്സിലായോ? ആരോടാണ് ഞാൻ അത് പറയുന്നതെന്ന് എനിക്കൊരു പ്രശ്നമല്ല. അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ. എന്നയാമെ ദേഷ്യത്തോടെ ക്യോന്റെ അടുത്ത് പറയുവാണ്. ഹിനയുടെ ഫീലിംഗ്സിൽ കുറച്ചൊക്കെ നീ അവളെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിന്നെ പോലെയുള്ള ഒരാൾ കൂടെയുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് ക്യോ അയാമേന്റെ അടുത്ത് പറയുവാണ്. നീ എന്തിനാണ് എന്നെ കുറിച്ച് ഇത്രയൊക്കെ നല്ലത് പറയുന്നതെന്ന് ചോദിക്കുവാണ്. എന്താ അപ്പൊ ആരും നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ക്യോ ചോദിക്കുവാണ്. ഹിനയുടെ ഫ്രണ്ട് ഹിനനെ നോക്കുമ്പോ അവൾ ഒരു ബണ്ണി ഫേസ് തലയിൽ വെച്ചോണ്ടിരിപ്പുണ്ടാവും. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഹിനയുടെ ഫ്രണ്ട് ചോദിക്കുവാണ്. ഇതെനിക്ക് കൾച്ചറൽ ഫെസ്റ്റിവലിൽ നിന്ന് കിട്ടിയതാണ്. ഇങ്ങനെ ഇരിക്കുന്നത് എന്റെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കും. എന്നാ ശരിയെന്ന് പറഞ്ഞ് ഹിനയുടെ ഫ്രണ്ട് അവിടുന്ന് പോവുകയാണ്. ഹിന പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചരിഞ്ഞു വീഴുവാണ്. അവൾ ആ മാസ്കിന്റെ ഉള്ളിൽ കരഞ്ഞോണ്ടിരിക്കുവാണ്. അവളെ കൊണ്ട് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്റെ ഇഷ്ടം റിജക്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ജിമ്മിൽ വരാതെ പ്രാക്ടീസ് ചെയ്യാതെ ഇരിക്കണ്ട. പക്ഷെ ടൈക്കിയും ചിനാറ്റ്സും ഒരുമിച്ചുള്ള ഈ ജിമ്മിൽ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെയുണ്ട്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ടൈക്ക് തിരക്ക് പിടിച്ച് ഫോണൊക്കെ തെരഞ്ഞെടുക്കുവാണ്. എല്ലാരോടും ബായ് പറഞ്ഞ് ടൈക്ക് തിരക്ക് പിടിച്ച് ഓടുവാണ്. ആ സമയം നീഷിത ഇവനെന്തിനാ എത്ര തിരക്ക് പിടിക്കുന്നേ? ചിലപ്പോ ഡേറ്റിങ്ങിന് പോവുമായിരിക്കും എന്ന് ഹാരി പറയാണ്. നീഷിത ടെൻഷൻ ആവുകയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആ ശരി, ഞാൻ പേടിച്ചു. എന്തായാലും അവൻ എന്നെ ഒറ്റക്കിട്ട് പോവൊന്നുമില്ല എന്ന് നീഷിത പറഞ്ഞോണ്ടിരിക്കുമ്പോ ഹാരിയും ക്യോയും തമ്മിൽ നോക്കുവാണ്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ എന്നോട് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞതുപോലെ അല്ല എന്ന് ക്യോ പറയുവാണ്. അപ്പൊ ഇനി അങ്ങനെ എന്തെങ്കിലും എന്ന് ഹാരി പറഞ്ഞ് ചിരിക്കുവാണ്. അവസാനം അവൻ എപ്പോഴാണ് ഒരു ചാൻസ് എടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആദ്യം തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നത് അവന്റെ ഒരു ശൈലിയാണ്. അങ്ങനെ അവൻ ചിനാൻസുനെ കാണാൻ വേണ്ടി തിരക്ക് പിടിച്ച് ഓടിപ്പോവാണ്. ഫ്ലവർ ബെഡിന്റെ മുമ്പിൽ നിൽക്കുന്നു പറഞ്ഞു. എവിടെയാണ് ഫ്ലവർ ബെഡ്? അങ്ങനെ അവിടെ ടൈക്കിനെ കാത്തു നിൽക്കുന്ന ചിനാൻസുനെ കണ്ടുപിടിക്കുകയാണ്. നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ടൈക്ക് ചോദിക്കുവാണ്. ഇന്ന് മേഘങ്ങൾ എത്ര വേഗത്തിലാണ് പോകുന്നതെന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ആ മേഘങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡും ഈ സീസണും ഇവിടെ തീരുവാണ്. ഇനി അടുത്ത് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്, ഹിന എങ്ങനെയാണ് ചേഞ്ച് ആയി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സീസണിൽ കാണാം. അടുത്ത സീസൺ ഈ വർഷം ഒക്ടോബറിൽ ഇറങ്ങുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒക്ടോബർ വരെ കാത്തിരിക്കാം. ഇതിൽ വന്ന എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു. ഇതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ആയതുകൊണ്ട് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇനി അടുത്ത സീസണിൽ വരുന്ന എപ്പിസോഡുകൾ വെച്ച് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ അനിമ ഇഷ്ടായോ? ഏത് ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടായേ? ആരുടെ ലവ് സ്റ്റോറിയാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്നൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണേ. അപ്പൊ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.